صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. والسلام عليك أيها النبي ورحمة الله وبركاته. ما بعد تنقلت في أصلا بأرباب سددي كذا الشمس في أبراجها تتنقل. صلاة وتسليم أزكى تحياتي على المصطفى المختار لخير البرية. وصرت سريا في بطون تشرفا بحمل عليه في الأمور المعول. صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية. ختام جميع الأنبياء محمد ويوم قيام الناس يبعث أول. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ മജ്‌ലിസ് നീ പൊരുത്തപ്പെടണം റഹ്മാനെ. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മൗലിദ് റസൂലിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. യാ അല്ലാഹ്, ഇവിടെ ഇരുന്ന ബറക്കത്ത് കൊണ്ട് ഹബീബുൽ അഅ്ളമായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ബിജാഹിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. സഹോദരങ്ങളെ, നൂറുൽ മുസ്തഫ അത് നീങ്ങി നീങ്ങി വരികയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളിലാണ് അതുള്ളത്. അങ്ങനെയാണ് നാം കേട്ടത്. അബ്ദുൽ മുത്തലിബ് എന്നവരിൽ നിന്ന് അബ്ദുല്ലാഹിലേക്ക് അത് നീങ്ങി. യാ റബ്ബി, അവർ എന്തൊരു സൗന്ദര്യമാ, എന്തൊരു പ്രകാശമാ. ആര് കണ്ടാലും നോക്കിപ്പോകുന്ന പുരുത്തമാണ് സയ്യിദുനാ അബ്ദുല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവര് അബൂ താലിബ് എന്ന കുട്ടിയുണ്ടായി. പിന്നെ മക്കളില്ലാതെ വന്നപ്പോ, മറ്റു ചില കാരണങ്ങൾ ഉണ്ടായപ്പോ അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് 10 ആൺകുട്ടികളെ തന്നാൽ ഒന്നിനെ ഞാൻ അറക്കൂന്ന് പറഞ്ഞു. 10 ആൺകുട്ടികൾ എനിക്ക് തന്നാല് ഒന്നിനെ ഞാൻ അറക്കൂന്ന. ഓയിലറക്കാനല്ല, മോനെ തന്നെ എനിക്ക് വേണ്ടി അറക്കുന്ന. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറക്കാനുണ്ടായ കാരണങ്ങളും അതിന് മുതിർന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയുമല്ലോ. അത് ഖുർആൻ പറയുന്നതാണല്ലോ. ആ വഴിക്ക് വന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് അവരുടെ പിതാവാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര് പറയുന്നത്, അല്ലാഹുവേ എനിക്ക് 10 ആൺമക്കളെ തന്നാൽ ഞാൻ ഒന്നിനെ അറുത്തുകൊള്ളാം. അൽഹംദുലില്ലാഹ് 10 ആൺമക്കളായി. 10ാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ്. ഒരഭിപ്രായത്തിൽ എല്ലാവരും 10 പൂർത്തിയായി.
ആരെയും അറക്കണ്ടേ? 10 ആരെ അറക്കണ്ടേ? ആരെ അറക്കണ്ടേ? നെറുക്കിടുക. അല്ലാതെ വേറെ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പിടിച്ച് അറക്കാൻ പറ്റൂലല്ലോ, ആരും സമ്മതിക്കൂലല്ലോ. ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളോടും സ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഒന്നിനെങ്ങനെ തെരഞ്ഞെടുക്കുക? നെറുക്കിടുക. എല്ലാരും പേര് വെച്ച് നെറുക്കിട്ടപ്പം വന്നതാരാ? ഏറ്റവും പ്രിയപ്പെട്ട മകൻ, ഏറ്റവും സ്നേഹം ആരോടാ? ആരോടാ? ബഹുമാനപ്പെട്ട രക്ഷിതാക്കളായിരിക്കുന്നതല്ല ഉപ്പാനെ. 2 മക്കളുള്ള ആളും 1 മക്കളുള്ള ആളും മക്കളുള്ള പിന്നെ അതിനോട് വീട്ടിലെ പൂച്ചകളാണ്. ഒന്നിലധികം ഉണ്ടാകുമ്പോ എല്ലാ മക്കളോടും ഒരുപോലെയല്ല, കൂടുതൽ സ്നേഹമുള്ള മക്കളുണ്ടാവും. മരിച്ചുപോയി ഉപ്പാനോട് ഇപ്പോൾ ചോദിക്കാന്ന് കഴിയുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് തിരിയും. അവരോട് ചോദിച്ചാൽ തിരിയും. ഏറ്റവും ഇഷ്ടം ആരോടാ? അള്ളിയൊന്നും പറയണ്ട, പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ലാഹ്. ഏത് മോനെ അറക്കണ്ടത്? നെറുക്കിട്ടു. പറച്ചോനെ നെറുക്ക് പുറപ്പെട്ടത് ആരെ പേര? ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മകനാകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരാണ്. എന്ത് ചെയ്യും? അറക്കന്നെ, അറക്കന്നെ. അത് തീരുമാനമാണ്. പിന്നെ അറക്കന്നെ പിന്നെ മോനെ അറക്കന്നെ എന്ത് തീരുമാനത്തിലെത്തിയപ്പോൾ ആളുകൾ ഇടപെട്ടു. അവര് പറഞ്ഞു അങ്ങനെ പറ്റൂല, നമുക്കതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. ജ്യോത്സ്യന്മാരെടുത്ത് പോവുക, എന്നാ പരിഹാരം ഉണ്ടാവും. അന്ന് ജ്യോത്സ്യന്മാരെ കീഴ്ന്നടി പോകാൻ പാണ്ടാരും കേട്ടോ. നിങ്ങളെല്ലാവരും ജ്യോത്സ്യന്മാരെ കാണാൻ പോവുക. പർദ്ധാധാരികളായ പെണ്ണുങ്ങൾ ഈ പള്ളിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് തിരക്കേടില്ല. പർദ്ധാധാരികളായ പെണ്ണുങ്ങളാണ് ജ്യോത്സ്യന്മാർക്കൊക്കെ ഇന്ധനം കൊടുക്കുന്നത്. എല്ലാ ജ്യോത്സ്യന്റെ കച്ചവടവും വിജയിപ്പിക്കുന്നത്, കച്ചവടം ചെയ്യിപ്പിക്കുന്നവരെ എല്ലാവർക്കും അവരെ ഉണ്ടായി. അവര് പോയാലേ പൈസ ഇട്ടുള്ളൂ. അവർക്ക് പൂച്ച തുള്ളിയാലും കാണാൻ പോണോ, ഇസ്മിന്റെ പണിക്കാരനെ കാണാൻ പോണോ? അതല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ റബ്ബന പെട്ടെന്ന് തോന്നുകയാണ്, ഭർത്താവിനൊന്ന് അടിച്ചാലെന്താ തോന്നുകയാണ് മനസ്സിൽ. മുമ്പിൽ കലമ്പി ഉടനെ പോയി ജ്യോത്സ്യന്റെ അടുത്തേക്ക്. ഇങ്ങനെ ജ്യോത്സ്യന്റെ ബിസിനസ് വിജയിപ്പിക്കുന്നതും മറ്റൊരു പരിപാടി പെണ്ണുങ്ങളുടെ പരിപാടിയാണ്. റബ്ബി പെണ്ണുങ്ങളെ അങ്ങനെ പോകാനൊന്നും പാടില്ല. അവരതുകൊണ്ട് തന്നെ ആ കാലത്ത് നിങ്ങൾക്കറിയുമല്ലോ, പരിശുദ്ധ ഇസ്ലാം വന്നിട്ടില്ല. പുരുഷന്റെ അടുത്ത് പോകാതെ പുരുഷന്മാര് പറഞ്ഞു അങ്ങനെ വേണ്ട, ഒരു കാര്യം ചെയ്യാം. അബ്ദുള്ളന്റെ പേരും അതിന് പകരമായി 10 ഒട്ടകത്തെ അറക്കാം എന്ന ഒരു നെറുക്ക് വിടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അറക്കണം. അബ്ദുള്ളക്ക് പകരത്തിന് 10 ഒട്ടകത്തെ അറുത്താ മതിയോ? നെറുക്കാൻ ഇടുന്നത് വീണ്ടും വരുന്നത് അബ്ദുല്ലാഹ്. രണ്ടാമത് വേറൊരു 10 വീണ്ടും വരുന്നത് അബ്ദുല്ലാഹ്. വീണ്ടും 10 ഒട്ടകം പാറേ വീണ്ടും വരുന്നത് അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് തന്നെ പറക്കണം. വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ്. റബ്ബന പ്രിയപ്പെട്ടവരെ അവസാനം വരുന്നത് നെറുക്ക് വരുന്നത് ഒട്ടകത്തെ അറുക്കണമെന്നാണ്. 100 ഒട്ടകം അറുക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഒരു ഒട്ടകത്തിന് എത്ര വില ഉണ്ടാവും? ഗൾഫുകാരനല്ലേ ഈ സാഹചര്യമൊക്കെ, വലിയ ഗൾഫുകാരനൊക്കെ. ഒരു ഒട്ടകത്തിന് എത്ര പൈസ കൊടുക്കേണ്ടി വരും? ഒട്ടകത്തിനെ കണ്ടതേ ഉള്ളൂ, ഒട്ടകത്തിന്റെ റേറ്റ് പഠിച്ചിട്ടില്ല. ഓരോ ഒട്ടകത്തിന് നല്ല പൈസ കൊടുക്കണം. ഒരാൾ ഇതിനെ അറുക്കാൻ വേണ്ടി കൊണ്ടാന്ന്, പിന്നെ അവസാനം അയാൾ അർത്ഥ പോലെ ഇതിനും കൂടി കുഴപ്പമായി. അങ്ങനെ ഒട്ടകത്തെ അറുക്കാൻ വലിയ ക്യാഷ് വേണം. നല്ല ഒട്ടകമാണെങ്കിൽ ലക്ഷത്തിലധികം വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ വിലയുള്ളതും മൂല്യമുള്ളതുമാണ്. ഏതായാലും 100 ഒട്ടകത്തെ അറുക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് എന്ന മകന്റെ പകരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വബാരിക് അലൈഹി. അൽഹംദുലില്ലാഹ്, ഏതായാലും മോൻ രക്ഷപ്പെട്ടല്ലോ. ഒട്ടകം 100 നടത്താനും കുഴപ്പമില്ല. മോൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള നിലക്ക്
ഒട്ടകത്തെ അറുത്ത് കഴിഞ്ഞതിന് ശേഷം മകന്റെ കൈയും പിടിച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവര് നടന്നു പോകുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹയി വന്ന സംഭവമില്ലേ? അല്ലേ? ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുക്കൽ അക്രം الذي علم بالقلم علم الإنسان ما لم يعلم എന്ന ആദ്യമായി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രവാചകത്വത്തിന്റെ പ്രകടമായ പ്രഖ്യാപനം വന്നപ്പോൾ വലിയ ഉത്തരവാദിത്വമാണല്ലോ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ക്ഷീണം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് ക്ഷീണം വന്നുപോയി. അവിടുത്തെ ഭാര്യയാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. വേറെ ഭാര്യയില്ല. ഖദീജ ഉമ്മയുള്ള കാലത്ത് വേറെ ഭാര്യമാരൊന്നും തന്നെ ഇല്ല. അവരുടെ വഫാത്തിന്റെ ശേഷമാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് വേറെ കല്യാണം കഴിച്ചത്. ചരിത്രത്തിന്റെ പാരാവാരത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് വിഷയം പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞിട്ട് ബേജാറാക്കുകയല്ല ചെയ്യുന്നത്, സമാധാനിപ്പിക്കുന്ന ബഹുമാനപ്പെട്ടവരെ ബേജാറ് വേണ്ട. നമുക്ക് എളാപ്പാനെ ഒന്ന് കാണാൻ പോവുക. ഖദീജ ബീബിന്റെ എളാപ്പയാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവുക. മൂപ്പര് വേദം പഠിച്ച ആളാ. അപ്പൊ മൂപ്പര് പറഞ്ഞു തരും എന്താണ് ഇതിന്റെ രഹസ്യം. എല്ലായിടത്തും പോയി കൂടാ പറഞ്ഞ് ബേജാറാക്കി കളി. വരാതെ വന്നിട്ടുള്ള ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ച് തെങ്ങും വന്ന് തേങ്ങ തലയിലേക്ക് വീഴുന്നതാ കണ്ടത്. പറഞ്ഞ ഏതോടാ ഒരു വിവരമില്ലാത്തവനോടാ. ഓൻ പറഞ്ഞില്ല ഇല്ലാതില്ല നിന്റെ തലയിൽ എന്തായാലും തേങ്ങ പോകും, എല്ലാ തെങ്ങും വെട്ടിക്കോന്ന് പറഞ്ഞു. ആകെ 13 തെങ്ങുണ്ട്. 13 അങ്ങ് വെട്ടി. നോക്കിങ്ങൾ വേണ്ടാത്ത ഓരോ സ്വപ്നം ചോദിക്കേണ്ടവരോട് ചോദിക്കട്ടെ. എന്നാലല്ലേ തേങ്ങ വീണ എന്താ അതിന്റെ താക്കീർ നിന്ന് തിരിയുള്ളൂ. തേങ്ങ വീണ മുതലാളിയാകലാണോ അതിന്റെ ഭരിക്കലാണോ എന്ന് വന്നു വല്ലാത്തത് വന്നു കൊടുത്താല് വലിയ അപകടമായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, اللهم صل على محمد يا رب صل عليه وسلم. ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബുൽ അഅ്ളമായ മുത്ത് മുസ്തഫ എനിക്ക് പറയാണ്, മുത്തുനബി ജനിച്ചിട്ടില്ല. നൂറുൽ മുസ്തഫ അബ്ദുള്ള എന്നവരിൽ കളിക്കുകയാണ്. പക്ഷെ ഇതൊന്നും പറയണമല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് പറയുകയാ. ബഹുമാനപ്പെട്ട വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവര് കഥയെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഓ മോനെ ബേജാറ് വേണ്ട. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരാറുള്ള നാമൂസ് മലക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബേജാറ് വേണ്ട മോനെ. അങ്ങയുടെ നാട്ടുകാര് നാട്ടിൽ നിന്ന് പുറത്താക്കുന്നൊരു സമയം ഉണ്ടാകും. അന്ന് ഞാൻ ഉണ്ടെങ്കിൽ മോനെ സഹായിക്കുമായിരുന്നു. വറഖത്ത് ബിൻ നൗഫൽ അന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത്, മോനെ നാട്ടുകാര് മോനെ നാട്ടിൽ നിന്ന് ഓടിക്കും. നാട്ടുകാര് നാട്ടിൽ നിന്ന് ഓടിക്കും കേട്ടോ. അങ്ങനെ ഓടിക്കുന്ന നാട്ടുകാരുണ്ട്. എന്റെ നാട്ടുകാരെന്റെ നാട്ടിൽ നിന്ന് ഓടിക്കുവോ? ഓടിക്കും. അങ്ങനെയാണ് സത്യദീനിന്റെ പ്രബോധകന്മാരായി വന്ന ആളുകളെയൊക്കെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓടിക്കും. ആ സമയത്ത് ഞാനുണ്ടെങ്കിൽ ശക്തി നൽകുമായിരുന്നു, സഹായിക്കുമായിരുന്നു എന്നവര് പറഞ്ഞ സംഭവം ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വറഖത്ത് ബിൻ നൗഫൽ വലിയ ആളാണ്. വലിയ വേദഗ്രന്ഥം പഠിച്ച മഹാപണ്ഡിതനാണ്. കണ്ടില്ലേ ഇപ്പോൾ തന്നെ വരാൻ പോകുന്ന വിഷയം അദ്ദേഹം ആധികാരികമായി പറയുന്നു. ഞാൻ
ഇവിടെ പറഞ്ഞെന്തിനാണെന്നറിയോ? ഈ വറഖത്ത് ബിൻ നൗഫൽ എന്നവരുടെ പെങ്ങളുണ്ട്. ആ പെങ്ങളുടെ അരികിലൂടെയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളും അവിടുത്തെ ഉപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് തങ്ങളും നടന്നു പോകുന്നത്. അവന്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞു. ഒട്ടകത്തെയൊക്കെ അകത്ത് ഉപ്പയും മോനും കൂടി ഇങ്ങനെ നടന്നു പോവുക. നടന്നു പോകുമ്പോഴാണ് ഈ സ്ത്രീ കാണുന്നത്. ആ സ്ത്രീ എവിടെയെന്നറിയോ? വറഖത്ത് ബിൻ നൗഫലിന്റെ പെങ്ങളാന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ സ്ത്രീ കഅബയുടെ സമീപത്താണുള്ളത്. കഅബയൊന്ന് കാണാൻ പോകണം. റബ്ബനാ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. കഅബ നമുക്ക് കാണണം. ചമ്പിയാർക്ക് ഞാൻ ഒരു വട്ടം കാണണം, എനിക്ക് കാണണ്ടേ? ഇത് കാണണ്ട, എത്ര വട്ടം കാണണം? അല്ലാഹുവേ നമുക്ക് ഇനിയും കാണാൻ തൗഫീഖ് താ അല്ലാഹ്. കാണാത്തവർക്ക് കാണാനും ഇനി കാണാനും കണ്ടവർക്ക് വീണ്ടും കാണാനും തൗഫീഖ് തരണം അല്ലാഹ്. ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകേണ്ട മുഅ്മിനീങ്ങള്, ഹജ്ജ് നിർബന്ധം. എല്ലാവർക്കും ഹജ്ജ് നിർബന്ധം തന്നെ. ഹജ്ജ് നിർബന്ധമില്ലാത്ത ആളാരാ? പഞ്ചാബിലാരായിട്ട് എല്ലാവർക്കും നിർബന്ധം തന്നെ. സുഹൃത്തുക്കളെ, എല്ലാവരും ഹജ്ജ് നിർബന്ധമാണ്. 10 സെന്റ് ഭൂമിയുള്ള ആൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. നമ്മുടെ വീട്ടിന്റെ വില എത്രയെന്നറിയോ? ഒന്ന് വീടിന്റെ വില നോക്കി നോക്കിയാ എത്ര കിട്ടും? വീട്ടില് 45 ലക്ഷം കിട്ടും. 56 ലക്ഷം കിട്ടും. 39 ലക്ഷം കിട്ടും. എന്തിന്? 5 രൂപ 39 ലക്ഷം ആകെ വേണം. 3 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം. അതുകൊണ്ട് ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാണ്. മറന്നു പോകണ്ട. ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകണ്ട. ഈമാനില്ലാതെ ചത്തുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ തൗഫീഖാണ്. കുറെ ആളുകളൊക്കെ വയസ്സാകാൻ കാത്തുന്നപ്പം പിന്നെ കൊറോണ വന്നിട്ടുണ്ട്. ഇനിയും വയസ്സാകട്ടടാ, ഞാനിതാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കൊറോണ വന്നിട്ട് ഹജ്ജ് ഉംറ എല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട്. അപൂർവ ആളൊക്കെ ഇപ്പൊ ഉംറക്ക് പോകുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് പോകാൻ തൗഫീഖ് തരണം പടച്ചോനെ. ആ പുണ്യഭൂമിയിൽ ഒന്ന് എത്തിക്കണം അല്ലാഹ്. ഹജ്ജുൻ വഉംറ ഫീ കുല്ലി മറ വൽ അഹ്ലു സുംറ വഇഖ്വാനി ഫില്ലാഹ്. പണ്ട് കാലത്തെ ഗൾഫിൽ പോയ ആളുണ്ട്. അന്ന് ഹജ്ജിന് പോകാൻ 1000 ദിർഹം ആകെ പോയില്ല. കുറച്ച് കഴിയട്ടെ. പിന്നെ 2000 മതിയായിരുന്നു. കുറച്ച് കഴിയട്ടെ, അതൊരു പൈസയാ. പിന്നെ 3000 മതിയായിരുന്നു. അന്ന് പോട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ. എല്ലാം പോയി, ഒന്നുമില്ല. സുഹൃത്തെ, നിർബന്ധമല്ലേ? ചെല്ലു മനസ്സിലാക്കുന്നുണ്ട്. ഹജ്ജിന് നാട്ടിൽ തന്നെ പോകണം, എന്നാലേ ഹജ്ജാവും. അങ്ങനെയില്ല. എവിടുന്നാ നിർബന്ധമാകുന്നത്? അവിടുന്ന് പോകണം. സൗദി പോയാണ് ഹജ്ജിയാണ് തിരിച്ചു വരുന്നത്. 10 കൊല്ലം 20 കൊല്ലം നിന്നിട്ട് പഠിച്ചോനെ എന്ത് പറയാനാ? ഹതവാക്യവന്മാരിന്നല്ലാതെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് തരണോ അല്ലാഹ്. അല്ലാഹുവേ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് തരണോ അല്ലാഹ്. ആ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണോ അല്ലാഹ്. يا سائرين إلى المختار من مضري سرتم جسوما وسرنا نحن الرواحا إنا أقمنا على عذر ومن عدم ومن قام على عذر كمن راحا. يعني الكتاب الكتاب يبيتي ഹജ്ജിന് പോകുന്നു. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മളായി ചെല്ലരുത്. എന്തുകൊണ്ട്? ഞമ്മക്കുണ്ടോ പോകാനുള്ള വല്ല വഴിയും? ചെല്ലി പോയി. അൽഹംദുലില്ലാഹ്. ഞാൻ വന്നിട്ട് ഒരാളോട് പറഞ്ഞൊരു വലിയ വണ്ടികളോട് ഇങ്ങനെ ഒരു വെയിറ്റുണ്ട്, ചെല്ലി ഹജ്ജിന് പോകും. ഓറ് പറഞ്ഞ ഇറക്ക് പറഞ്ഞു തരണത് പറഞ്ഞു കൊടുത്തു. ഓറും പോയി. പിന്നെ ഓരോ കൂട്ടുകാരനെ കണ്ട ഓരോട് പറഞ്ഞു ഇങ്ങനെ ഒരു വെയിറ്റുണ്ട്, ചൊല്ലിയാ പോവും. ഓറ് പറഞ്ഞ ഇറക്ക് ഓതി തരണോ? ഓർക്ക് ഓതി കൊടുത്തു. ഓറും പോയി. ഇങ്ങനൊരു വ്യക്തിണ്ട്, ചെല്ലിയാ പോവും. മൂപ്പര് പറഞ്ഞ അങ്ങനെ ചെല്ലിയാ പോവോ? മൂപ്പര് പോയിട്ടുമില്ല. ഓരോരുത്തരുടെ മറുപടിയുടെ കിടപ്പ് കേട്ടാവരവസ്ഥ പോലെ എല്ലാത്തിനും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകരുത്. ഒക്കെ നല്ലത് കേട്ടാ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് പോകണം. ഞാൻ തിരിയുന്നവരാണ് മറ്റൊരു അങ്ങനെ മനസ്സിലാക്കി പോകരുത്. എന്ന് പറയുന്നത് ചിതറക്കെടുക്കുന്ന ഒന്നാ. അത് പലരിലും പല ലോകത്താണ്, പല 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 മേഖലയാണ് ഓരോരുത്തരുമുള്ളത്. സുഹൃത്തുക്കളെ, ഇൽമല്ലേ വല്ലാത്ത വിഷയമല്ലേ? അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിൽ കിതാബുകളിൽ ഇല്ലാത്തൊരു വിഷയമുണ്ടോ? റബ്ബനാ ഞങ്ങൾക്ക് പോകാൻ തൗഫീഖ് തരണോ അല്ലാഹ്. അനച്ചയാണ് ആദ്യം വേണ്ടത്. അല്ലാഹ് നമ്മളെ ഒന്ന് പുണ്യ ഭൂമിയിൽ എത്തിക്കട്ടെ. ഹബീബുൽ അഅ്ളമായ മുസ്തഫ ആ തിരുഹദ്റത്തിലൊന്ന് പോകണം. എന്നിട്ട് നമുക്ക് സലാം പറയണം. അസ്സലാത്തു വസ്സലാം
യാ ചെറുപ്പത്തിലേ ദ്വാരക്കണം, ഉംറക്ക് പോകാനും ഹജ്ജിന് പോകാനും മദീന കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മദീനയിൽ നമ്മളെ എത്തിക്കട്ടെ. നമ്മുടെ മക്കളെല്ലാം വൈകുന്നേരവും പാടും നിങ്ങളെ കേട്ടിട്ടില്ലേ? നിങ്ങൾ പാടാൻ വേണ്ടി മേലേക്ക് പോകില്ലാന്ന് മാത്രം. അങ്ങനെ എണീറ്റ് പോകാൻ പുറത്തുനിന്ന് വർത്താനം പറഞ്ഞാലും മേലെ പോയിട്ട് 5 മിനിറ്റ് ഇരിക്കൂല. അങ്ങനെ ബഹുമാനുള്ള കറാമത്തുള്ളവരാ നിങ്ങൾ. رصاص لطيبتي ولوذوا به مما جرى وتعوذوا صلاة وتسليم على المصطفى المختار خير البرية. തൗഫീഖിന് വേണ്ടി എല്ലാവരും ദ്വാരക്കണം, സുഹൃത്തുക്കളെ. അറിവുള്ളവർക്ക് തന്നെയും തൗഫീഖുള്ളവർ വളരെ കുറവാണ്. തൗഫീഖിന് ദ്വാരന്നോ എല്ലാവരും ദ്വാരന്നോ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഫർദ് സുന്നത്തിരിക്കാനും അല്ലാതെയല്ലാരും ദിക്റെല്ലാരും മൗലിദിയല്ലാരും മദ്ഹ് പാടാനും എല്ലാത്തിനും തൗഫീഖ് വേണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ നിന്റെ ഫضل കൊണ്ട് നിന്റെ മഹദ് ഫضل കൊണ്ട് നന്മ ഒരുപാട് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം താ അല്ലാഹ്, ഭാഗ്യം താ അല്ലാഹ്. ഞങ്ങൾ പലതിലും ഇടപെടുന്നവരാ, വലിയ അഭിപ്രായം പറയുന്നവരാ, പക്ഷേ നന്മയിൽ നിന്ന് അകന്നു പോകുന്നു. നന്മ ചെയ്യാൻ ഭാഗ്യം തരണേ റബ്ബേ. അൽഹംദുലില്ലാഹ്. ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് എന്നവരും അബ്ദുൽ മുത്തലിബ് എന്നവരും നടന്നിങ്ങനെ പോകുമ്പോ കഅബയുടെ സമീപത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പെട്ടെന്ന് നോക്കുക. ഈ സ്ത്രീ നോക്കുക, നോക്കിയിട്ട് ചോദിക്കുന്നു, എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ താങ്കൾ പോകുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ പറഞ്ഞു, ഞാൻ ഉപ്പാന്റെ കൂടെ പോവുകയാണ്. ഉപ്പാന്റെ എതിര് ചെയ്യാൻ എനിക്ക് പറ്റൂല. ഉപ്പ പറയും പോലെ എവിടെയാണോ പോകേണ്ടത് പോവുക എന്നതല്ലാതെ എനിക്ക് വഴിമാറി പോകാൻ പറ്റൂല. വേണ്ടേ ഉപ്പാന്റെ കൂടെ പോകാനാ ഉപ്പ പറഞ്ഞിരിക്കുന്നത്. പോവുകന്നെ എതിര് ചെയ്യാനോ ഉപ്പാനെ വിട്ടുപിരിയാനൊന്നും ഇപ്പൊ എനിക്ക് പറ്റൂല. ഉപ്പ എന്നോട് കൂടെ പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാ. ഈ സ്ത്രീ പറയുന്നു, എന്നെ ഒന്ന് താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? എന്നെ ഒന്ന് സ്വീകരിച്ചുകൂടെ താങ്കൾക്ക്? പറ്റൂല. ഞാൻ താങ്കളെ കൊതിക്കുക, താങ്കളെ ഞാൻ കൊതിക്കുക. അതുകൊണ്ട് എനിക്ക് താങ്കൾ ആവശ്യമുണ്ട്. ഈ സ്ത്രീ അല്ലാഹുവിന്റെ സമീപത്തിൽ വെച്ചുകൊണ്ട് അബ്ദുള്ള എന്നവരോട് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയും പറ്റൂല, അങ്ങനത്തെ ഒരു പരിപാടിയും പറ്റൂല. നിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നീയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടാനോ അതൊന്നും എന്നെ കിട്ടൂല, അതൊന്നും എനിക്ക് പറ്റൂല. സ്ത്രീ ഇങ്ങനെ നോക്കുകയാണ്, പടച്ചോനെ ഇനി എനിക്ക് കിട്ടൂല. ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ പോകുകയാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട്, നൂറുൽ മുസ്തഫ അവരുടെ മുഖത്തിങ്ങനെ കളിക്കുകയാ. ആര് കണ്ടാലും നോക്കിപ്പോകുന്ന പ്രകൃതമാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിന്റെ ഉപ്പയല്ലേ, പ്രകാശം അവരിലല്ലേ ഉള്ളത്. ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും പടക്കാൻ കാരണമായ പ്രകാശമല്ലേ അത്. അങ്ങനെ പോവുകയാണ്. വീണ്ടും മുന്നോട്ട് അങ്ങനെ പോയപ്പോ അതാ ഒരാൾ വരുന്നു. ഒരാൾ ഇങ്ങോട്ട് വരികയാണ്. ആരാണത്? അതാണ് വഹബ്. വഹബ് വഹബ് അബ്ദി മനാം ഇബ്നു സുഹർ അബ്ദുൽ കിലാബ്. അദ്ദേഹമാണ് വരുന്നത്. വഹുവ യൗമഇദ് സയ്യിദു ബനി സഹറ നസബൻ വശറഫാ. അദ്ദേഹം വലിയ തറവാട്ടുകാരനാണ്. ഈ വഹബ് വലിയ തറവാട്ടുകാരനാണ്. അദ്ദേഹം വന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവരോട് പറയുന്നത്, മകനെ മകളെ കൊണ്ടത് കല്യാണം കഴിപ്പിച്ചാൽ എന്താ? ഒന്ന് മകനെ, അബ്ദുള്ളയാകുന്ന ഈ മകനെ എന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചൂടെ? പറ്റൂല്ലേ?
ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി പിന്നെ എന്താ വേണ്ടേ? പിന്നെ നമ്മുടെ ഇന്നത്തെ പോലെ മാമൂലുകളൊന്നും ഇല്ലല്ലോ. യാ റബ്ബി, ഇന്ന് പിന്നെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴേക്ക് മാമൂലുകളെ കൊണ്ട് തറവാട് മുങ്ങുകയാണ്. അങ്ങനെ ആകുമ്പോഴേക്കെന്നെ നടു ഒടിഞ്ഞ് മംഗലം കഴിയുമ്പോഴേക്ക് ആളപണിയും കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ മംഗലം എന്ന് പറയുന്നത്. എല്ലാവരുടെ കഥയും പഠിച്ചോലെ സന്തോഷിക്കേണ്ട സമയത്ത് ടെൻഷന്. എന്താ സന്തോഷമില്ലാതെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം ആയിട്ടുള്ളൂ. ഉസ്താദേ ഘട്ടം 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 ബേജാറായി പോയി എല്ലാ മേഖലയിലും. ഇനി ഈ കടത്തിന്റെ ഭാരം കൂടുകയാണ്. വേണ്ടാത്ത മാമൂലുകൾ വലിച്ചു കൊണ്ടുവന്ന് എന്തെല്ലാം വൃത്തിഹീനമായ ദുസ്വഭാവങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ലളിതമായി ചെയ്യാൻ പറ്റുന്നതാണ് കല്യാണം. എത്ര ലളിതമാണ് ഇസ്ലാമിന്റെ നിക്കാഹ്. ഇതാ ഇവിടെ ലളിതമായി നടക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ട ബീവിയെ കെട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മകളാണ്. ആരാ ആമിന ബീവി? യാ റബ്ബി വഹിയ അഫ്ളലു ഇംറഅത്തിൻ ഫീ ഖുറൈശ് നസബൻ വമൗദിഅ. വലിയ പ്രൗഢിയുള്ള ബീവിയാണ്. വലിയ അന്തസ്സുള്ളവരാണ്. ആ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ അബ്ദുല്ലാഹ് എന്നവര് കല്യാണം കഴിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സ്വല്ലല്ലാഹു അലാ വർഷങ്ങളായി അബ്ദുള്ളയിൽ കളിക്കുന്ന പ്രകാശം ഇതാ ബഹുമാനപ്പെട്ട ബീബി ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് നീങ്ങുകയാണ്. ഫഹമലത് ബിറസൂലില്ലാഹ്. ആമിന ബീവിയിലാണ് ഇപ്പോൾ മുത്തുനബിന്റെ നൂറുള്ളത്, മുത്തുഹബീബിന്റെ നൂറുള്ളത്. അവർക്ക് ഗർഭമാണ്. അതേ ആമിന ബീവിയുടെ അടുത്തുനിന്ന് അബ്ദുല്ലാഹ് എന്നവര് പുറത്തേക്ക് പോവുകയായി. നിങ്ങൾ കേട്ട ഒരു അത്ഭുതം. പുറത്തേക്ക് പോവുകയാ. പോകുമ്പോൾ തിരിച്ചു വരുമ്പോ നേരത്തെ ഒരു സ്ത്രീയെ കണ്ടില്ലേ? ഇല്ലേ? ആ സ്ത്രീ എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ സ്ത്രീയില്ലേ? ആ സ്ത്രീയെ കാണുകയാണ് അബ്ദുല്ലാഹ് എന്നവര്. രണ്ടാമത് ആ സ്ത്രീ കണ്ടപ്പോ ആ സ്ത്രീ മരം പോലെ നിൽക്കുകയാണ്. നേരത്തെ ഓടി വന്നത് എന്നെ കണ്ടപ്പോ. പക്ഷേ ഇപ്പൊ എന്താ ഓടി വരാത്തത്? ഇവള് എന്താ ഈ സ്ത്രീ എന്നെ കാണുമ്പോൾ ഓടി വരാത്തത്? നീയല്ല ഇന്നലെ എന്നെ കണ്ടപ്പോ ഓടി വന്നിട്ട് എന്നെ വേണമെന്നൊക്കെ പറഞ്ഞത്. ഇന്നെന്താ വരാത്തത്? ആ സ്ത്രീ പറയുന്നതല്ലേ അത്ഭുതം. ആ സ്ത്രീ അബ്ദുല്ലാഹ് എന്നവരോട് പറയുന്നു, ഇന്നലെ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശം ഇപ്പോൾ കാണുന്നില്ലല്ലോ അബ്ദുല്ലാഹ്. ഇന്നലെ ഇതിലെ നടന്നു പോകുമ്പോ ഒരു പ്രകാശം ഉണ്ടായിരുന്നു അങ്ങയുടെ മുഖത്ത്. ആ മുഖത്തിപ്പോൾ ആ പ്രകാശം കാണുന്നില്ല. എനിക്കിപ്പോ താങ്കളെ ഒരാവശ്യമില്ല. എനിക്ക് താങ്കളെ ഇപ്പോൾ ആവശ്യമേ ഇല്ല. കാരണം ആ തുടിക്കുന്ന പ്രകാശം അത് താങ്കളിൽ കാണുന്നില്ലല്ലോ. എങ്ങോട്ടാ പോയത്? ആ പ്രകാശം എങ്ങോട്ടാ പോയത്? ആ പ്രകാശം പോയില്ലേ? ബഹുമാനപ്പെട്ട ബീബി ആമിന മിൻ ബത്നി ആമിനത്തിൻ ലിൽആലമീന ബദാ മൗലൂദ ഹുസൈനിൻ സനാ യുഖ്തിലുൽ ഖമറ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം من بطن آمنة للعالمين بدا مولود حسين ثنا
വന്ന പ്രകാശമില്ലേ, അതെങ്ങനെ തന്നെ പുറത്തേക്ക് വരികയാ. ആ പ്രകാശം അങ്ങനെ തന്നെ പുറത്തേക്ക് വരികയാ. മുരിദൽ മുസ്തഫ റസൂലുള്ളാഹ് മുത്തുനബി ജനിക്കുകയാ. മുത്തുനബി ജനിക്കുകയല്ലേ. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. قالت ملائكة السماء بأسرهم ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളും പറഞ്ഞില്ലേ, ولد الحبيب ومثله لا يولد. അല്ലാഹുവിന്റെ ഹബീബ് പിറന്നിരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ഭൂമി ലോകം ജന്മം നൽകിയിട്ടില്ല. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി അന്നേ നീങ്ങി വന്ന ആ പ്രകാശം എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ കേട്ടില്ലേ, വലം യസൽ നൂറുൻ നബിയ്യു മിൻ സയ്യിദിൽ സയ്യിദിൻ യന്തഖിലു. അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ് നല്ലവരായ സാത്വികന്മാരായ ഏറ്റവും നല്ലവരായ പരിശുദ്ധകളായ സ്ത്രീ പുരുഷന്മാരിലൂടെ ഇതാ കടന്നു വന്ന് ദമ്പതികളിലൂടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഒരു ജ്യേഷ്ഠനില്ല, ഒരു അനുജനില്ല, ഒരു 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 പെങ്ങളില്ല, ആരുമില്ല. യതീമുൻ ഫഖീറുൻ സനഹു ശറഫു മിൻ അജ്ലിഹി തുഖറബുൽ ഐതാമു വൽ ഫുഖറാ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ജനിക്കുന്നതിന് മുമ്പേ പിതാവിന്റെ വിയോഗം നമുക്കറിയാലോ. ജനിക്കുന്നതിന് മുമ്പേ പിതാവിന്റെ വിയോഗം, പിതാവ് മരിച്ചു പോയിരിക്കുന്നു. പിന്നെ ഏകദേശം ജനിച്ച് പക്വതയുടെ പ്രായമായപ്പോൾ ഉമ്മയും വിട പറഞ്ഞു പോയിരിക്കുന്നു. ആർക്കും ഖിദ്മത്ത് ചെയ്യേണ്ട മോനല്ല ഇത്. ഇത് അല്ലാഹുവിന്റെ സ്പെഷ്യൽ അടിമയാ. ആർക്കും അങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ ആരെപ്പോഴും പറ്റൂല, ആരും വേണ്ട. അല്ലാഹുവിന്റെ സംരക്ഷണമാ ഹബീബുനാ റസൂലുള്ളാഹി. ഉടനെ പറഞ്ഞത് ഹദാ യതീമുൻ ഫഖീറുൻ സനഹു ശറഫു മിൻ അജ്ലിഹി തുഖറബുൽ ഐതാമു വൽ ഫുഖറാ. യതീമായിട്ടാണ് മുത്ത് റസൂലുള്ളാഹി. അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലേ പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്. യതീമായിരുന്നു മുത്ത് റസൂലുള്ളാഹി. ചെറുപ്പത്തിൽ തന്നെ എന്തൊരു പക്വതയാ, എന്തൊരു പാകതയാ. ആ കുടിക്കുന്ന ജീവിതത്തിന്റെ വിശാലമായ ഏടുകൾ സുഹൃത്തുക്കളെ നമുക്ക് അല്പം വായിക്കാൻ കഴിയണോ? പ്രകാശത്തിന്റെ ചർച്ച ഞാനിവിടെ നിർത്തുകയാണ്. ആ തിരുപ്രകാശം അതങ്ങനെ തന്നെ ഭൂമിയിലേക്ക് വന്നില്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ഷാഹിദൻ ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. എന്തൊരു വലിയ ദീപമായിട്ടാണ്, പ്രകാശ ഗോപുരമായിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. എല്ലാം അത്ഭുതം തന്നെ. റബ്ബനാ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ പൂമുഖം കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾ ഭാര്യ മക്കൾ അഹ്ലികാര് മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ ഉസ്താദുമാർ ശിഷ്യന്മാർ എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. മദീനയിലെത്താതെ ഞങ്ങളെ ഭരിപ്പിക്കല്ല അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.